വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശു പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം 16:16, വിശ്വസിക്കണം എന്നിട്ട് സ്നാനപ്പെടണം. ഷണ്ണൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ എന്തു വിരോധം? ഫിലിപ്പോസ് പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. സ്നാനപ്പെടുന്ന വ്യക്തി പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണം. പകുതി ലോകത്തിലും പകുതി കർത്താവിലും നിന്നിട്ട് സ്നാനപ്പെട്ടവരുടെയൊക്കെ അവസ്ഥ വളരെ ദുരിതപൂർണമാണ്. മുഴു ഹൃദയത്തോടെ ദൈവവചനം കേട്ടവർ മുഴു ഹൃദയത്തോടെ യേശുവിനെ വിശ്വസിക്കണം. 100% യേശുവിനെ വിശ്വസിക്കണം. കുറച്ച് യേശുവിനെയും കുറച്ച് ലോകത്തെയും കുറച്ച് സ്വന്തം കഴിവിനെയും വിശ്വസിക്കുന്നവർ വൻ പരാജയമാണ്. ഏതായാലും വിശ്വസിക്കുകയാണ്, മുഴു ഹൃദയത്തോടെ യേശുവിനെ വിശ്വസിക്കുക. യേശു പറഞ്ഞു, മർക്കോസ് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഒരു കേടും ഒരു ഹാനിയും വരില്ല. ഇതെല്ലാം യേശു പറഞ്ഞു. വിശ്വസിക്കുന്നവരോട് കർത്താവ് പറഞ്ഞു. മറ്റു പല ഭാഗങ്ങളൂടി കൂട്ടിച്ചേർത്താൽ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ സംസാരിക്കും. മാത്രമല്ല, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കണം. സൗജന്യമായി കിട്ടിയതെല്ലാം നിങ്ങൾ സൗജന്യമായി കൊടുക്കണം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചെന്നാണ്. സുവിശേഷം എല്ലായിടത്തും എത്തണം. നമ്മുടെ ദേശം മുഴുവനും പരത്തണം. അപ്പോസ്തലന്മാരോട് മഹാപുരോഹിതന്മാർ പറഞ്ഞത്, നിങ്ങൾ ഈ ഉപദേശം കൊണ്ട് യെരുശലേമിനെ മുഴുവൻ നിറച്ചിരിക്കുന്നു. നമ്മൾ പാർക്കുന്ന ദേശത്തെ സുവിശേഷം കൊണ്ട്, ഈ ഉപദേശം കൊണ്ട് നിറക്കണം. എന്താണ് ഉപദേശം? യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. ഈ ഒരു ഉപദേശം കൊണ്ട് ഭൂമിയെ മുഴുവനും നിറയ്ക്കാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിയണം, നമ്മൾ ഒരുമിച്ച് സുവിശേഷം കൊണ്ട് ഭൂമിയെ നിറക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനായി നമുക്ക് ഒരുങ്ങാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Purify my heart, let me be as gold and precious silver. Purify my heart, let me be as gold. Cleanse me from within, Lord, make me holy. Purify my heart, cleanse me from my sin, till within, refine us fire.
യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം ഇന്നും തുടരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് ശിഷ്യന്മാരെ കുറിച്ചല്ല അവിടെ പറയുന്നത്, യഹൂദന്മാരും യേശുവും തമ്മിലുള്ള സംസാരം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു ഒരു കുരുട്ട് കണ്ണ് തുറന്നതിന് ശേഷം ഉണ്ടായ ഭയങ്കര പ്രതികൂലം. ആർക്കെങ്കിലും ഒരു വിടുതൽ കിട്ടിയാൽ ഓർത്തോ, പുറകെ ഒരു വലിയ പിശാചിൻ്റെ പ്രവൃത്തി അതിൻ്റെ പുറകെ വരും. പിശാചിന് സഹിക്കില്ല. അവൻ്റെ കയ്യിലുള്ള ഒരാൾ, രോഗിയായി കിടക്കുന്ന ഒരാൾ വിടുതൽ പ്രാപിച്ചാൽ അവന് സഹിക്കില്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ, സ്വർഗത്തിൽ അവന് പേര് കിട്ടിയാൽ, അവൻ്റെ നരകത്തിലേക്കുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞാൽ അവന് സഹിക്കില്ല. അതുകൊണ്ട് നന്മകൾക്കെന്നും ഈ ഭൂമിയിൽ ഉപദ്രവം ഉണ്ടാവും. ഇതാ യേശുവിനെ അവർ ഉപദ്രവിക്കുകയാണ്, കല്ലുകളെടുത്തിരിക്കുകയാണ്. യേശു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കല്ലെറിയുന്നത്? ഉടനെ അവർ പറയാണ്, നിന്റെ നല്ല പ്രവൃത്തി കൊണ്ടൊന്നുമല്ല നീ. അപ്പോൾ യേശു ചോദിച്ചു, ഞാൻ കുറേ നല്ല പ്രവൃത്തികൾ എൻ്റെ പിതാവ് എന്നെ കാണിച്ചതൊക്കെ ഞാൻ ചെയ്തു, ആ നല്ല പ്രവൃത്തികൾ കൊണ്ടാണോ നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? അപ്പോൾ അവർ പറയുകയാണ് 33, യോഹന്നാൻ 10:33, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുക കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് ആര്? ക്രിസ്തു പറഞ്ഞു. നിങ്ങൾ ദേവന്മാരാകുന്നു. അപ്പം യേശുവിനെ അറിയാം. ഞാനാ പറഞ്ഞത് നിങ്ങൾ ദേവന്മാരെന്ന്. നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ സ്റ്റാൻഡ് അറിയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്റ്റാൻഡ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നത്. നമ്മൾ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് സ്വർഗത്തിലിരുത്തപ്പെട്ടവരാണെന്ന് എഫേസ്യ ലേഖനം 2:5-6 വായിക്കുമ്പോൾ നമുക്ക് കാണാം. എന്നാൽ നമ്മളെപ്പോഴും ഒരു മനുഷ്യനായിട്ട് തുടരാനും മനുഷ്യനെ പോലെ സംസാരിച്ച് തീരാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ നിലവാരം നാം തിരിച്ചറിയണം. യേശു പറയുകയാണ്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ന്യായപ്രമാണ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അടുത്തത്, ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നു കൂടായല്ലോ. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? നിങ്ങൾ ദേവന്മാരാണ്, ദൈവമക്കളാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ ദൈവമക്കളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ യേശു എവിടെയാണത് പറഞ്ഞത്? അതൊരു സങ്കീർത്തനത്തിലാണ്. അത് 82-ാം സങ്കീർത്തനം. ഞാനിപ്പോൾ ഒന്ന് വായിക്കട്ടെ. 82-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം ഇങ്ങനെയാണ്: ദൈവം ദൈവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. അടുത്തത് 3 മുതൽ വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ ഉണ്ട്, ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ദൈവം എപ്പോഴും ദേവന്മാരുടെ കൂടെയാണ്, ദൈവമക്കളുടെ കൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ നടുവിൽ ആരുണ്ട്? ദൈവമുണ്ട്. എന്നിട്ട് ദൈവം എന്തിനാണ് വന്നിരിക്കുന്നത്? 3 മുതൽ വായിക്കുമ്പോൾ, എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പേൻ. അതായത് കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ വിടുവിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞില്ല. നമ്മുടെയും ജോലി ഇതാണ്, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പിൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ. അപ്പൊ ഇന്ന് പലരും പറയും, ഈ ദരിദ്രനൊക്കെ ദൈവത്തിന് ഹിതമാണ്, ദാരിദ്ര്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഈ ഭൂമിയിൽ മുഴുവനും ദാരിദ്ര്യമാണ്, സ്വർഗത്തിലാണ് സമ്പന്നത. ചുമ്മാതാ. കർത്താവ് ഒരാളെ രക്ഷിക്കാൻ പറയുന്നത് ആ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കണം. അവനെ പാപത്തിൽ നിന്ന് മാത്രമല്ല നമ്മൾ വിടുവിച്ചെടുക്കേണ്ടത്, അവൻ ആയിരിക്കുന്ന രോഗാവസ്ഥയിൽ നിന്നും അവൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നെല്ലാം നമ്മൾ പുറത്തെടുക്കണം.
അടുത്തത്, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിപ്പിൻ. അടുത്തത്, അവർക്ക് അറിവില്ല, ബോധമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകിയിരിക്കുന്നു. 6-ാം വാക്യം, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെ അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു. ഇതാണ് യേശു പറഞ്ഞത്. നിങ്ങളുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ നിങ്ങൾ ദേവന്മാരാണെന്ന് ഞാൻ പറഞ്ഞത്? യേശു തിരുവെഴുത്ത് പറയുന്നത് പോലെയാണ് പോകുന്നത്. ബൈബിളിൽ യേശുവിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു അതെല്ലാം യേശു ഉദ്ധരിച്ചിട്ടുണ്ട്. യേശു അത് നടപ്പിലാക്കിയിട്ടുണ്ട്. യേശു ഒടുവിൽ അത് പൂർത്തിയാക്കി, നിവർത്തിയായി എന്ന് പറഞ്ഞു. തിരുവെഴുത്തിനെ നീക്കാനല്ല, നിവർത്തിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. നിങ്ങൾ ദേവന്മാരെന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞെന്ന് എഴുതിയിരിക്കുമ്പോൾ പിന്നെയാണോ ദൈവം ഭൂമിയിലേക്ക് വിശുദ്ധീകരിച്ച് അയച്ച ഞാൻ ദൈവമകനെന്ന് പറഞ്ഞത് വലിയ വിഷയമാണോ? ഞാൻ നിങ്ങളെക്കുറിച്ചും അത് തന്നെയല്ലേ പറഞ്ഞത്. ഇത് ഗ്രഹിക്കാനുള്ള പ്രാപ്തി ചെവിയുള്ളവർ ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ അവനെ കൈക്കൊണ്ട് അവർക്ക് അത് ഗ്രഹിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. നമ്മൾ എത്ര വലിയ അനുഗ്രഹമുള്ളവരാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കളായ നമുക്ക് ഈ വിലയേറിയ വചനങ്ങൾ കേൾക്കാൻ കൃപ തന്നു. എന്താണ്? നിങ്ങൾ ദേവന്മാരാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു ദേവനെയും ആരാധിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ദേവന്മാരെക്കാൾ മുകളിലാണ്. നമ്മൾ ദൈവ മക്കളാണ്. എന്തുകൊണ്ട് നമ്മൾ മറ്റൊന്നിനെ ആരാധിക്കുന്നില്ല? കാരണം നമ്മളെ ദൈവം യേശുവിലൂടെ ആക്കിയത് ദേവന്മാരെന്ന സ്റ്റാൻഡേർഡിലാണ്. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ ദേവനേക്കാൾ മുകളിലാണ് നിങ്ങൾ, യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ. പിന്നെ എങ്ങനെ ആരാധിക്കും? ഒരു ദേവനെ ഒരു ദേവിയെ ആരാധിക്കേണ്ട. നിങ്ങൾ തന്നെയാണ് ദേവി, നിങ്ങൾ തന്നെയാണ് ദേവൻ. സഹോദരി, നിങ്ങളൊരു ദേവിയാണെന്ന് ബൈബിൾ പറയുന്നു. സഹോദര, നിങ്ങളൊരു ദേവനാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു തെറ്റായ വാക്കാണ്. യേശു പറഞ്ഞതാണ്. സങ്കീർത്തനം 82 നിങ്ങൾ വായിക്കണം. ഞാൻ പറഞ്ഞു എന്ന്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെ അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. ദേവന്മാരും അത്യുന്നതന്റെ പുത്രന്മാർ രണ്ടും ഒന്ന് തന്നെയാണ്. അടുത്തത്, എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. നിങ്ങളുടെ മരണം ഒരു മനുഷ്യന്റെ മരണമായിരിക്കും. ഒരു ദേവന്റെ മരണം പോലെ ആയിരിക്കില്ല നിങ്ങളുടെ മരണം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആത്മാവിലാണ് ദൈവമക്കൾ, ദേവന്മാർ, ദൈവത്തിൻ്റെ പുത്രന്മാർ. ശരീരം കൊണ്ട് നാം ആദാമിൻ്റെ മക്കളാണ്. ഈ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. മരിക്കുമ്പോൾ ഒരു മനുഷ്യനെ പോലെ മരിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, അയ്യോ ഇത്രയും വലിയ പ്രാർത്ഥനയ്ക്ക് പോയ ആളിതേ സാധാരണ പോലെ മരിച്ചല്ലോ. മനുഷ്യനെ പോലെ. മനുഷ്യന് വരുന്നതൊക്കെ നമുക്കും വരാം, എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരും. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. ആണ്, മനുഷ്യരെ പോലെ മരണമുണ്ട്, എന്നാൽ ജീവിതത്തിൽ നമ്മൾ ദേവന്മാരും ദേവികളുമാണ്. യേശു പറഞ്ഞതാണ്. അതായത് നാം മറ്റുള്ളവരെക്കാൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലവാരമുള്ളതാണ്. എന്നാൽ ശരീരത്തിനൊരു മരണം, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും വെച്ചിരിക്കുന്നു എന്ന് വായിക്കുന്ന പോലെ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ വേർപെടണം. അപ്പോൾ കർത്താവിൻ്റെ മക്കൾക്ക് ഒരു ശാരീരിക മരണം മാത്രമേ ഉള്ളൂ. നമ്മുടെ നിത്യമരണം മാറിപ്പോയി. നമ്മുടെ ആത്മീക മരണം അത് മാറിപ്പോയി. ഇനി ആകെ ഉള്ളത് ഒരു ശാരീരിക മരണം. എന്നാൽ ലോക മനുഷ്യനോ ശാരീരിക മരണവുമുണ്ട്, നിത്യമരണവുമുണ്ട്. യേശുവിനെ സ്വീകരിക്കാത്തവർക്ക് 2 മരണം കിടക്കുകയാണ്. എന്നാൽ നമുക്കോ ഒരു മരണമുണ്ട്. സാധാരണ മനുഷ്യനെ പോലെ മരിക്കണം. അതെന്നാകട്ടെ, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്ത പൗലോസ് മരിച്ചു, പത്രോസ് മരിച്ചു, യോഹന്നാൻ മരിച്ചു. എന്നാൽ
എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. സാധാരണ മനുഷ്യനെ പോലെ മരിക്കും, എങ്കിലും നിങ്ങൾ ദേവന്മാരാണ്. ഇതാണ് യേശു പഠിപ്പിക്കുന്നത്. സാധാരണ മനുഷ്യനെ പോലെ ജീവിതത്തിൽ, ഈ ജഡത്തിൽ നമുക്ക് കഷ്ടതയൊക്കെ ഉണ്ടാകും. സാധാരണ മനുഷ്യൻ്റെ പല കാര്യങ്ങളിലും നമ്മൾ സാമ്യരായിരിക്കും, എങ്കിലും നമ്മൾ മനുഷ്യരല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ദേവന്മാരാണ്. നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും, മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരും, എങ്കിലും നിങ്ങൾ ദേവന്മാരാണ്. ഇത് വിശ്വാസത്താൽ തിരുവെഴുത്ത് പറയുന്നത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ മരിക്കേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ ദൗത്യം എന്താണ്? നിങ്ങൾ ദേവന്മാരായതുകൊണ്ട് നിങ്ങളുടെ ദൗത്യം ഇതാണ്: എളിയവനും അനാഥനും ന്യായം പാലിക്കണം. അത് സാധാരണ മനുഷ്യന് കഴിയില്ല. പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പീൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. അവർക്ക് അറിവില്ല, ബോധമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. എന്നാൽ നിങ്ങൾ ദേവന്മാരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. സാധാരണ മനുഷ്യരെ പോലെ മരിക്കും, എന്നാൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അനേകർക്ക് വിടുതൽ കൊടുക്കണമെന്ന്, അനേകരെ സൗഖ്യമാക്കണമെന്ന്, അനേകരുടെ ബന്ധനം അഴിക്കണമെന്ന്, അനേക ശാപങ്ങളെ നിങ്ങൾ പൊട്ടിക്കണമെന്ന്, അനേക തകർന്ന കുടുംബങ്ങളെ പണിയണമെന്ന്, അനേക രോഗികളെ സൗഖ്യമാക്കണമെന്ന്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പിൻ, ഭൂതങ്ങളെ പുറത്താക്കണമെന്ന്, മരിച്ചവരെ ഉയർപ്പിക്കണമെന്ന്, കുരുട്ടുകണ്ണുകളെ തുറക്കണമെന്ന്, ചെകിടന് കേൾവി കൊടുക്കണമെന്ന്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കണമെന്ന്. ഈ ഒരു സത്യം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ താമസിയാതെ ഈ ഒരു അനുഭവത്തിലേക്ക് വരും. ഇത് നമ്മൾ ചെയ്യാത്ത കാലത്തോളം അയ്യോ നമുക്ക് കഷ്ടം. നമ്മൾ ദേവന്മാരാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന ബോധ്യത്തിലേക്ക് നാം എന്ന് തിരിച്ചറിവിലേക്ക് വരുമോ അന്ന് മുതൽ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എങ്കിലും നമ്മൾ സാധാരണ മനുഷ്യനെ പോലെ മരിക്കും. എങ്ങനെ മരിക്കട്ടെ, എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനും പുറമെയുള്ള മനുഷ്യൻ സാധാരണ മനുഷ്യൻ. പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കും, ആകമെയുള്ള മനുഷ്യൻ മേൽക്കുമേൽ ശക്തനാകും. ഇത്രയും ഓർത്താൽ മതി. പുറമേ കാണുന്നതല്ല നമ്മൾ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പുറമേ അല്ല, ആകമയാണ്. പുറമേ യഹൂദനായവനല്ല യഹൂദൻ, ആകമേയുള്ള യഹൂദൻ, ആകമേയുള്ള പരിച്ഛേദൻ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ എല്ലാം അകത്താണ്. ഇന്നർ മാൻ, വീണ്ടും ജനിച്ച മനുഷ്യൻ, അത്ഭുത മനുഷ്യൻ, കൃപയുള്ള മനുഷ്യൻ, ശക്തിയുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കൃപയിൽ നമുക്ക് അനുദിനം വളരാം. ആത്മീയ മനുഷ്യന് പ്രായമൊന്നുമില്ല. അവൻ രക്ഷിക്കപ്പെട്ട അന്നു മുതൽ അവൻ്റെ നിത്യത ആരംഭിച്ചു. ഈ ശരീരത്തിനോ ഇത് പൊടിയാവുന്നു, പൊടിയിലേക്ക് ചേരാനുള്ളത്. അതുകൊണ്ട് ഈ പുറമെയുള്ള മനുഷ്യൻ്റെ ജീവിത ശൈലിയെ നമ്മൾ അനുകരിക്കരുത്. അകത്തെ മനുഷ്യനൊരു ജീവിതമുണ്ട്, അത് നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. ഈ തിരിച്ചറിവിൽ ജീവിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവ് ഇന്ന് പകൽ കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ വെളിപ്പാടുകൾ കിട്ടാൻ, ഈ വചനത്തിൻ്റെ സത്യങ്ങൾ അറിഞ്ഞ് ഈ സത്യത്തിൽ നടക്കാൻ കർത്താവ് കൃപ കൊടുക്കണം. ഇവർ ഈ സത്യത്തിൽ നടക്കട്ടെ, ആത്മമനുഷ്യൻ എന്ന ചിന്തയിൽ നടക്കട്ടെ. പുറമെയുള്ള മനുഷ്യനിൽ നടക്കാതെ ആത്മീക മനുഷ്യനിൽ നടക്കാൻ കൃപയുണ്ടാകണം. എല്ലാ രോഗബന്ധനങ്ങളെയും ഞങ്ങൾ അഴിച്ചു മാറ്റും. ഇത് കേൾക്കുന്നവർക്ക് ബലവും ആരോഗ്യവും കൃപയും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഇവരോട് കൂടെ ഇരിക്കണം. അസാധാരണമായിട്ട് ഇവരെ ഉപയോഗിക്കണം. ഇവരുടെ ആയുസ്, ആത്മമനുഷ്യൻ്റെ ആയുസ് വർദ്ധിക്കട്ടെ. ഇവരുടെ പുറമെയുള്ള മനുഷ്യൻ എല്ലാവിധ രോഗത്തിൽ നിന്നും പുറത്തു വന്ന് അകത്തെ ദൈവ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് വിശ്വസിക്കാം, നമ്മൾ പുറമേ കാണുന്ന മനുഷ്യനല്ല, നമ്മൾ അകത്തെ മനുഷ്യനാണ്. നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ്, നമ്മൾ ദേവന്മാരാണ്. യേശു പറഞ്ഞതാണ്. ആര് പറഞ്ഞ റിപ്പോർട്ടാണ് നാം വിശ്വസിക്കുന്നത്? ഡോക്ടർ പറഞ്ഞതാണോ? യേശു പറഞ്ഞത്.
യേശു പറയുന്നു. എല്ലാറ്റിൽ നിന്നും നമ്മൾ പുറത്തു വരുമെന്ന്, മരണത്തിൽ നിന്നും പുറത്തു വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം.